കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങവേ യുവതലമുറയ്ക്കിടയിൽ സ്വാധീനമുള്ള റാപ്പർ വേടന്റെ രാഷ്ട്രീയ ആഹ്വാനം വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന സംഗീത പരിപാടിക്കിടെയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന് വേടൻ ആഹ്വാനം ചെയ്തത്. ആവേശഭരിതമായ ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കിയായിരുന്നു വേടന്റെ ഈ രാഷ്ട്രീയ പ്രസംഗം. അടുത്ത 3-4 മാസത്തിനുള്ളിൽ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ ഓരോരുത്തരും ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സംഗീത നിശയ്ക്കിടെ പാട്ടുകൾക്ക് വിരാമമിട്ട വേടൻ നടത്തിയ ഈ പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. മലബാർ മേഖലയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രത്യേകതകളെ മുൻനിർത്തിയായിരുന്നു വേടന്റെ വാക്കുകൾ. രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇടമാണ് മലബാർ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യയിൽ ഇന്നും ജനാധിപത്യം നിലനിൽക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ന്യൂനപക്ഷങ്ങളുടെ ശക്തമായ സാന്നിധ്യമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നമ്മളെ പോലെയുള്ള ന്യൂനപക്ഷങ്ങളാണ് ഈ രാജ്യത്ത് ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഭരണാധികാരികൾ നമ്മളെ എന്നേ ഇല്ലാതാക്കിയേനെ എന്ന വേടന്റെ വാക്കുകൾ വലിയ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. അധികാര കസേരകളിൽ ഇരിക്കുന്നവരും താഴെ നിൽക്കുന്ന സാധാരണക്കാരും ഒരുപോലെ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണിക്കൂറുകളോളം തന്റെ സംഗീതം കേൾക്കാൻ കാത്തുനിന്ന യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഐക്യം അത്യന്താപേക്ഷിതമാണെന്ന് വേടൻ ഓർമ്മിപ്പിച്ചു. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ഒത്തുചേരാൻ കഴിയുന്നതും വിപ്ലവ ഗാനങ്ങൾ ആലപിക്കാൻ സാധിക്കുന്നതും ഇവിടെ ന്യൂനപക്ഷങ്ങൾ ശക്തരായി നിലകൊള്ളുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സഹമനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതുണ്ടെന്ന് വേടൻ തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും ഇത്തരത്തിൽ പരസ്യമായി നിലപാട് വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ നോക്കണമെന്ന സൂചനയും വേടന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. മലബാറിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ എന്ത് ചലനം ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. വേടന്റെ പ്രസംഗം ഇതിനോടകം തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കലാകാരന്മാർ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ തെറ്റില്ലെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ സംഗീതവേദികളെ വർഗീയമായോ രാഷ്ട്രീയമായോ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് മറ്റൊരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു. മലബാറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ ഏകീകരണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ആഹ്വാനമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. എന്നാൽ തന്റെ പാട്ടുകളിലൂടെ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം ഉയർത്തുന്ന വേടൻ നിലവിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇതിനെ കാണുന്നതെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച വേടൻ യുവാക്കൾ രാഷ്ട്രീയമായി ബോധവാന്മാരാകേണ്ടതിന്റെ ആവശ്യകതയും ഊന്നി പറഞ്ഞു. കേവലം പാട്ടുകൾ കേട്ട് ആസ്വദിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും വോട്ടർമാർ തയ്യാറാകണം. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ മലബാറിലെ വോട്ടുകളിൽ കണ്ണുവെച്ചിരിക്കെ വേടന്റെ ഈ നോക്കി വോട്ട് ചെയ്യണമെന്ന പ്രയോഗം ആർക്ക് ഗുണകരമാകുമെന്നത് കണ്ടറിയണം. ഭരണവിരുദ്ധ വികാരമാണോ അതോ വർഗീയ വിരുദ്ധ പോരാട്ടമാണോ അദ്ദേഹം ഉദ്ദേശിച്ചെന്ന ചർച്ചകളും സജീവമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ കലാ സാംസ്കാരിക വേദികളിൽ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കാറുണ്ട്. എന്നാൽ ഒരു സംഗീത പരിപാടിയുടെ മധ്യത്തിൽ ഇത്രയും നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ ആഹ്വാനം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. വേടന്റെ പാട്ടുകളിലെ വിപ്ലവീര്യം പ്രസംഗത്തിലും ഉണ്ടായിരുന്നുവെന്ന് ആരാധകർ പറയുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വേടന്റെ വാക്കുകൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയേക്കും. ന്യൂനപക്ഷങ്ങൾ ഇല്ലെങ്കിൽ അവരെല്ലാം നമ്മളെ കഴിച്ചിട്ട് പോയി എന്ന പരാമർശം ആരെ ഉദ്ദേശിച്ചാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇത് കേന്ദ്ര ഭരണകൂടത്തിനെതിരെയുള്ള ഒളിയമ്പാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സഹമനുഷ്യരെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും അത് സംരക്ഷിക്കാൻ വോട്ട് എന്ന ആയുധം കൃത്യമായി ഉപയോഗിക്കണമെന്നും വേടൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. യുവാക്കൾക്കിടയിൽ വേടനുള്ള സ്വാധീനം വോട്ടായി മാറുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.